പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദെബോറ എന്ന കഥാപാത്ര പഠനത്തിന്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദെബോറയുടെ ചരിത്രം ഒരു ശാശ്വത പാരമ്പര്യത്തിന്റെയും ചരിത്രം എന്ന തലക്കെട്ടോടെ ഇന്നത്തെ പഠനം കർത്താവിൽ ആശ്രയിച്ച് അവന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇസ്രായേലിന്റെ വിടുതലിനായി ദൈവിക കൽപ്പന പൂർണ്ണമായി അനുസരിച്ചു പ്രവർത്തിച്ച ദെബോറ എന്ന പ്രവാചകയും ന്യായാധിപയുമായ ഇസ്രായേലിന്റെ മാതാവിനെക്കുറിച്ച് ദൈവജനം ഇന്നും ഇനി നാളെയും സംസാരിക്കുന്നതിന് കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31 നാം വായിക്കുന്നു. യഹോവയെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ തന്നെ. 20 സംവത്സരം ഞെരുക്കവും സ്വസ്ഥതയില്ലായ്മയുമായിരുന്നു ഇസ്രായേലിന് എങ്കിൽ 40 സംവത്സരം സ്വസ്ഥതയോടെ ഇസ്രായേലിനെ നയിക്കുവാൻ ദെബോറ എന്ന മാതാവിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദെബോറ കാഴ്ചവെച്ച മാതൃകാപരമായ അനുസരണത്തിന്റെയും നേതൃത്വ പാടവത്തിന്റെയും ധൈര്യത്തിന്റെയും സ്വാധീനത്തിന്റെയും ചരിത്രം തിരുവചനത്തിലെ അനേക നായകന്മാരുടെ ജീവിതത്തിലും സംഭവങ്ങളിലും വെളിവാകുന്നു. ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ബാരാക്കിനെയും ലേഖനകർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാരാക്ക് എന്ന സേനാപതിയുടെ വീര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പിൻബലം എന്നത് തീർച്ചയായും ദെബോറ തന്നെയാണ്. 34-ാം വാക്യത്തിൽ വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. യഹോവയായ ദൈവം ഉപയോഗിച്ച മാനപാത്രമാണ് ദെബോറ. കാലങ്ങൾക്കിപ്പുറം പുതിയ നിയമ ലേഖകനും അതിനുശേഷം പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം നാം ഓരോരുത്തരും ഇനി വരുന്ന തലമുറയും പഠിക്കുവാൻ പോകുന്ന, പ്രകീർത്തിക്കുവാൻ പോകുന്ന സ്ത്രീരത്നമാണ് ദെബോറ. രണ്ടാമതായി ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം തുറന്നു കാട്ടുന്ന വസ്തുത എന്നത് യഹോവ ചെയ്യുന്ന നന്മകൾക്ക് സംഗീതത്താൽ നന്ദി അറിയിക്കാമെന്ന മഹത്തായ കാര്യമാണ്. അപ്രകാരം ഒരു മാതൃക നമ്മെ ദെബോറ പഠിപ്പിക്കുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്ക് സ്തോത്രം പാടി പുതിയൊരു ഗാനം പാടുക എന്ന വസ്തുത സങ്കീർത്തനത്തിൽ നാം അധികമായി കാണുന്നുണ്ട്. മൂന്നാമതായി 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. 11-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ദെബോറയ്ക്ക് ദൈവം നൽകിയ കൃപയിൽ ജ്ഞാനത്തോടെ പണിയുവാനായിട്ട് സാധിച്ചു. ആ അടിസ്ഥാനത്തിൽ ദെബോറ പണിതത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്ന നിലയിലായതിനാൽ ആ പ്രവൃത്തി ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, യഹോവയായ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ മറച്ചുവെക്കാതെ വിവരിച്ചു പറയേണ്ടവയാകുന്നു. അതിൽ യാതൊരു മടിയോ അലസതയോ ദെബോറ വരുത്തിയില്ല. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവെന്ന നിലയിൽ ദെബോറ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം സ്ഥാപിക്കുകയും തന്റെ ധീരതയിലൂടെയും തന്ത്രപരമായ ഇടപെടലിലൂടെയും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. സഹകരണ മനോഭാവവും ശാക്തീകരണവും ദൈവജനത്തോടുള്ള നിസ്വാർത്ഥ പ്രതിബദ്ധത പ്രകടം ആക്കുന്നു. ദെബോറയുടെ പൈതൃകം അവരുടെ ജീവിത കാലത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണുന്നു. ദെബോറയുടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തിന്റെയും രേഖാമൂലമുള്ള ഒരു രേഖ അവശേഷിക്കുന്നു. ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കുവാനും തന്ത്രപരമായി ചിന്തിക്കുവാനും മറ്റുള്ളവരുമായി സഹകരിക്കുവാനും നമുക്ക് ചുറ്റുമുള്ളവരെ ശാക്തീകരിക്കുവാനും വിശ്വാസത്തിന്റെ പൈതൃകം വരും തലമുറയ്ക്ക് നീക്കിവയ്ക്കുവാനുമായി ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലായി ദെബോറ പ്രവർത്തിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിലെ ശാശ്വതമായ വിശ്വാസം, ദൈവത്തോടുള്ള ബഹുമാനം,
ഭാവി തലമുറയെ സ്വാധീനിക്കുന്നതുമായ ലക്ഷ്യത്തിന്റെയും ധൈര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ജീവിതം കെട്ടിപ്പടുക്കുവാൻ നേതാക്കളെയും വ്യക്തികളെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്നതായി മാറണം എന്നുള്ളത് ദബോറ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പഠനം അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.